ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ നാട്ടുമാങ്ങയാണ്. നല്ല ചെറിയ കുഞ്ഞ മാങ്ങയുണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങളെ കാണിക്കണത്. അപ്പോൾ അതിനായിട്ട് അതിൽ നിന്ന് നമ്മൾ നല്ല പഴുത്ത കുറച്ച് മാമ്പഴങ്ങളെടുത്തു, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാമ്പഴം വേണം കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ല സൂപ്പറായിട്ട് പഴുത്ത് നല്ല നാട്ടുമാങ്ങയാണ് കേട്ടോ, നല്ല മധുരം ഉണ്ട് ഇതിന് നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചെന്നാൽ, വെള്ളമൊഴിച്ച് ചട്ടിയിൽ വെച്ച് നല്ലോണം വേവിക്കാൻ വയ്ക്കുക. ഇതിൻ്റെ കൂടെ 2-3 എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ കീറിയിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കുക. നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴാണ് അടുത്ത പരിപാടി നമ്മൾ ചെയ്യേണ്ടത്. അതെന്താ വെച്ചാൽ, വെന്ത് ഞാൻ വയ്ക്കുന്ന രീതിയാണ് കേട്ടോ അത്. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കുക. ഒരുവിധം വെന്ത് കഴിയുമ്പോൾ, നല്ല തിള വന്നു, അപ്പോൾ വെന്ത് തുടങ്ങുമല്ലോ. വെന്ത് തുടങ്ങുമ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ഇടേണ്ട ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചെന്നാൽ, നല്ല ശർക്കരയാണെങ്കിൽ ഇതുപോലെ, എൻ്റെ കയ്യിൽ ശർക്കര പൗഡറാണ്, അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കി അരിച്ചൊഴിച്ച് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ നല്ല അഴുക്കൊന്നുമില്ലാത്ത ശർക്കരപ്പൊടി ആയതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് നല്ല ഇളക്കി നല്ലോണം വേവിച്ച് വരട്ടിയെടുക്കണം. മാങ്ങയും ആ മുളകും ഉപ്പും ഒക്കെ കൂടി ആ ശർക്കര പാനിൽ കിടന്ന് നല്ല വരണ്ട് വരണം. അപ്പം ആ മധുരം എല്ലാം അതിലേക്ക് ചേരും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് പാകത്തിന് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പം പിന്നെ തുറന്ന് വെച്ചിട്ട് നമുക്കത് വരട്ടിയെടുക്കാം. പിന്നെ നമ്മൾ തേങ്ങയാണ് ആവശ്യം. ആ മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള എത്ര മാങ്ങയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ചിട്ടല്ല അരച്ചെടുക്കുക, അതിലേക്ക് തൈരാണ് ഒഴിക്കുന്നത്. തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം എനിക്ക് കുറച്ച് അധികം ഉണ്ടാക്കേണ്ടിയിരുന്നതുകൊണ്ടാണ് അങ്ങനെ. മഞ്ഞൾപ്പൊടി എടുക്കുക. അതിലേക്ക് ഞാൻ പറഞ്ഞില്ല, വെള്ളം ഒഴിച്ചരയ്ക്കാതെ തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. നല്ല ചന്ദനം കണക്കെ അരച്ചെടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അരച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒന്നുകൂടെ ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് ഇട്ട് അരച്ചത്, കുറച്ച് തേങ്ങ അധികം ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മുടെ മാങ്ങ കണ്ടോ, ആ ശർക്കരയിലൊക്കെ കിടന്ന് നല്ല വരണ്ട്, ശർക്കരയും കുറച്ച് നെയ്യൊക്കെ ഉണ്ടല്ലോ, നല്ല മണമാണ്, നല്ല വരണ്ട. ആ ശർക്കരയുടെ കളറും മാങ്ങയുടെ കളറും കൂടി ആകുമ്പം ആ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് കേട്ടോ അത്. ഇനി നമ്മുടെ ഇത് വരണ്ട് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കണം. നല്ല വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്തിട്ട് പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. മോരുകറിയൊന്നും അങ്ങനെ അധികം ആരും തിളപ്പിക്കില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ മാതിരിയാവും. നന്നായിട്ട് ചൂട് കുറച്ചിട്ടിട്ട് ഇളക്കി ആവശ്യത്തിന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇളക്കി നല്ലതുപോലെ തീ കുറച്ചിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള പാകം എന്താണോ ആ പാകത്തിന് കുറുക്കിയെടുക്കുക. കാരണം മാമ്പഴ പുളിശ്ശേരി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ പാകത്തിനൊക്കെ കുറുക്കിയെടുത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് കടുക് വറുത്തൊഴിക്കുകയാണ് ചെയ്യുന്നത്. കടുക് വറുത്തൊഴിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സാധാരണ
ചെയ്യുന്ന പോലെ തന്നെ കടുകും വറ്റൽമുളക് കറിവേപ്പിലയിട്ട് കടുക് വറുത്തെടുത്തിരിക്കുകയാണ്. നല്ല സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഞാനിങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്.